ഹലോ, കരുണാന്തരം എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഈ പരിപാടി കാണുവാൻ നിങ്ങൾ കാണിക്കുന്ന സന്മാനത്തിന് വളരെ നന്ദി. ഇത് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഇത് നമ്മളൊരാളുടെ കഥയാണ് ആദ്യമായിട്ട് കാണിച്ചത്. ഇത് ഞാൻ കാണിക്കാൻ പോകുന്ന കഥ വിജോയ് ചെറുപ്പുള്ളത് ചെറുപ്പക്കാരൻ്റെ കഥയാണ്. അദ്ദേഹം ഒരു പത്ര വിതരണക്കാരനായിട്ടാണ് ജീവിതം ആരംഭിച്ചത്. പിന്നെ പലതരത്തിലുള്ള ജോലികൾ അദ്ദേഹം ശ്രമിച്ചു, പല കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു പത്രപ്രവർത്തന മേഖലയിലാണ് അദ്ദേഹം. അപ്പോൾ വാർത്തകൾ ശേഖരിച്ച് പത്രങ്ങൾ കൊടുക്കുന്ന ഒരു തൊഴിൽ കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഒരു പത്രപ്രവർത്തകൻ്റെ വീക്ഷണകോണിലൂടെ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണും കാറും എല്ലാം എപ്പോഴും വാർത്തകൾക്ക് വേണ്ടി പരത്തിക്കൊണ്ടിരിക്കും. ഈ ജേർണലിസത്തിൽ സാധാരണ പറയാറുണ്ട്, ജേർണലിസ്റ്റ് is the one who has nose for news. വാർത്തകൾ മണത്ത് കണ്ടുപിടിക്കാൻ നീളമുള്ള മൂക്കിൻ്റെ ഉടമയാണ്. നമുക്ക് ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ കായിക മേഖലയായിരിക്കാം, സാമ്പത്തിക മേഖലയായിരിക്കാം, രാഷ്ട്രീയ മേഖലയായിരിക്കാം, അല്ലെങ്കിൽ അന്താരാഷ്ട്രീയ വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുവർത്തമാനങ്ങളായിരിക്കാം. എന്തോ എവിടെയോ ലോകത്ത് എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ എന്നും പത്രം അടിക്കുന്നത് ആളുകൾ. എന്നും ടെലിവിഷൻ ചാനൽ ന്യൂസ് വരാൻ കാരണം എന്തൊക്കെയോ എവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ണും കാതും തുറന്നു വെച്ച് കേട്ട് ഇത് ആളുകളുമായിട്ട് പങ്കുവെക്കുക, അങ്ങനത്തെ ഒരു തൊഴിലാണ് ഈ ചെറുപ്പക്കാരൻ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം, അദ്ദേഹത്തിൻ്റെ ലോകത്തെ പരിചയപ്പെടാം, അദ്ദേഹത്തെ അടുത്തറിയാൻ വേണ്ടി ശ്രമിക്കാം. അദ്ദേഹത്തിൻ്റെ കഥയുമായിട്ട് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഒരു ബുക്ക് സ്റ്റാളിൻ്റെ മാനേജർ കൂടിയാണ്. അപ്പം അക്ഷരങ്ങളുടെ ഇടയിൽ, വാർത്തകളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് വിജോയ് ചെറുപ്പ്. അദ്ദേഹത്തെ നമുക്ക് എൻ്റെ പേര് വിജയ് ചെറുപ്പ്. ഞാൻ മല്ലപ്പള്ളി കാണിച്ചങ്കൽ താമസിക്കുന്നു. മല്ലപ്പള്ളി തോമസ് ബുക്ക് സ്റ്റാളിലെ മാനേജറാണ്. പത്താം ക്ലാസ് പഠനത്തിലെയാണ് ജീവിതമാർഗമായി രാവിലെ പത്രം വിതരണത്തിനാണ് ആദ്യമായി ഇറങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നീട് തോമസ് ബുക്ക് സ്റ്റാളിലെ മാനേജറായി. പിന്നീട് ഇടവേളകളിൽ ടിക്കറ്റ് വർക്കും മറ്റു കാര്യങ്ങൾക്കായി പോകുമായിരുന്നു. പിന്നീട് പത്രലേഖകൻ്റെ വാർത്ത എഴുതുന്ന ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ അതിനിടയിലായിട്ട് കാർട്ടൂൺ വരയിലേക്കും കടന്നു. ചിത്രകലയുടെ പിന്നെ അത് അഭ്യസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും കാർട്ടൂൺ രംഗത്തേക്ക് വരികയായിരുന്നു. ചെറുപ്പം കൂടെ തന്നെ ചിത്രം വരയ്ക്കുമായിരുന്നു. നല്ല പടം വരയ്ക്കുമായിരുന്നു. അപ്പം ചിത്രകല അഭ്യസിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് പറ്റിയില്ല. അത് ഞാൻ പിന്നെ വീണ്ടും നമ്മുടെ രാഷ്ട്രീയകളെ രാജനാഥ് സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഞാൻ കാർട്ടൂണിലേക്ക് കടന്നത്. അപ്പോൾ ആദ്യം തമാശകളായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളി പറഞ്ഞു കാർട്ടൂൺ അയച്ചു തരാൻ പറയും. അങ്ങനെ കാർട്ടൂൺ അയച്ചയച്ച് ഞാൻ 2005 മുതൽ കാർട്ടൂൺ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതെല്ലാം പത്രത്തിലും പ്രസിദ്ധീകരിക്കുന്നുണ്ട്, വീക്കിലും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പിന്നെ കാർട്ടൂണുകൾ സ്ഥിരമായി പത്രത്തിൽ വരുന്ന കാരണം ആൾക്കാരെല്ലാം വായനക്കാരും മറ്റു ആൾക്കാരും അതിൻ്റെ കാർട്ടൂണുകൾ ഒരു ബുക്കായിട്ട് ഇറക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് ഇടയ്ക്ക് നടന്നില്ല. പിന്നെ നമ്മുടെ താലൂക്ക് ലെവൽ കൗൺസിൽ അത് ഏറ്റെടുത്ത് ഉടനെ ഒരു ബുക്ക് ഇറക്കാമെന്നുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ അതിനുള്ള ലേഔട്ടും കാര്യങ്ങളെല്ലാം ആയിരിക്കുകയാണ്. രാവിലെ നമ്മൾ 5 മണി മുതൽ നമ്മൾ പിന്നെ പുസ്തകം മറ്റു കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഓരോ കാര്യത്തിനും പ്രത്യേകം സമയം കണ്ടെത്തും. പിന്നെ കടകളിലും മറ്റു കാര്യങ്ങളിലും നമ്മൾ പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. എന്നാലും നമുക്ക് താങ്ങാൻ വരുന്ന ജോലിയാണ്. എന്നാലും നമ്മളത് പ്രത്യേകം സമയം കണ്ടെത്തി ആത്മാർത്ഥമായി തന്നെ ചെയ്യുകയാണ്. ആരെക്കൊണ്ടും ഏത് തൊഴിലും ചെയ്യാൻ കഴിയും. പക്ഷേ പലരും അത് ആത്മാർത്ഥമായി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എന്നെ പോലൊരു ആളാണെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ മാനേജരായതുകൊണ്ടും അത് നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്നു. അത് ശമ്പളവും മറ്റു കാര്യങ്ങളോ നോക്കാതെ രാവിലെ പുലർച്ചെ മുതൽ തന്നെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. അതിന് പലരും താല്പര്യപ്പെടുന്നില്ല. വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ടുണ്ട്. സൗകര്യങ്ങളായും അച്ഛനമ്മയും എല്ലാം വിൽപ്പന ചെയ്തിട്ട് പോകുന്നതിനാണെങ്കിലും ജോലി